ഫ്രണ്ട്സ്, എനിക്കിവിടെ 9,000 രൂപയാണ് ലോണായിട്ട് ലഭിച്ചിട്ടുള്ളത്. വെറും ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചിട്ടാണ്. നിങ്ങളൊരു 15,000 രൂപ മാസം സാലറി മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കും ഈ ലോൺ ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ആപ്ലിക്കേഷന് ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി നമുക്ക് എലിജിബിലിറ്റി ആയിട്ട് ഇവർ പറയും നമ്മളൊരു സാലറിഡ് ആയ വ്യക്തിയായിരിക്കണം. മാസം 15,000 രൂപയെങ്കിലും മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ ബേസിക് ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള പാൻ കാർഡും ആധാർ കാർഡും മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോണ് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ചെറിയ സിബിൽ സ്കോർ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അപ്രൂവൽ കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ അതെല്ലാം സ്കിപ്പ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതെല്ലാം സ്കിപ്പ് ചെയ്യുന്ന പറയുന്നത്. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP കോഡ് വരും. അതും എൻ്റർ ചെയ്ത് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ക്യാമറ, ലൊക്കേഷൻ, ട്രാൻസാക്ഷൻ, SMS കാര്യങ്ങളൊക്കെ അവർ എന്താ പറയുക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അലോ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ടേൺ ഓൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അപ്പോൾ ഞാൻ എൻ്റെ നെയിം കാര്യങ്ങളൊക്കെ ഇതിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ സബ്മിറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ആ മേൽഭാഗത്ത് പാൻ നമ്പറും എൻ്റർ ചെയ്യുക. അതിന് താഴെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡിൽ ഏതാണോ ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്നത് അത് എൻ്റർ ചെയ്ത് കോളം 2 ടിക്കിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ലിക്ക് ചെയ്യാം, സബ്മിറ്റ് കൊടുക്കുക. പക്ഷേ നമ്മുടെ ഒരു ജിമെയിൽ ലിങ്ക് ചെയ്യാനായിരിക്കും. അവിടെ ഓൾറെഡി നമ്മുടെ ജിമെയിൽ കാര്യങ്ങളൊക്കെ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജിമെയിൽ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എൻ്റെ ജിമെയിൽ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാം. ജിമെയിൽ ഇല്ലാത്തവരാണെങ്കിൽ ആഡ് അനദർ അക്കൗണ്ട് കൊടുത്ത് പുതിയ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യാം. ഓക്കെ, അതിന് ലിങ്ക് ചെയ്ത് നമ്മൾ സാലറീഡ് ആണോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. സാലറീഡ് ആണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാലറീഡ് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ സാലറീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, സാലറി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. വർക്ക് അല്ലെങ്കിൽ ഓഫീസ് ഇമെയിൽ ID, അതായത് ഓപ്ഷനിലാണ്. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഇമെയിൽ ID കാര്യങ്ങൾ ഇല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം നമ്മുടെ കമ്പനി നെയിം, മാസ വരുമാനം, ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ താഴെ കമ്പനി നെയിം കാണും. അവിടെ കമ്പനി നെയിം നമ്മൾ ഏത് സ്ഥാപനത്തിനോ വർക്ക് ചെയ്യുന്ന അതിൻ്റെ നെയിം കൊടുക്കുക. നമുക്ക് മാസം എത്രയാണ് സാലറി, 15,000 രൂപയ്ക്ക് മുകളിലേക്ക് സാലറി കാര്യങ്ങളൊക്കെ വേണം. നിങ്ങളുടെ കമ്പനി അതിൽ വേണമെങ്കിൽ ഉണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലാണ്ട് നമ്മുടെ പുതിയ കമ്പനി അതിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പനി കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം മാസ വരുമാനം, നമുക്ക് സാലറി 15,000 ആണ് മിനിമം വേണ്ടത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് എത്രയാണോ അവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇനി ആനുവൽ ഫാമിലി ഇൻകം, നമുക്കൊരു വർഷം നമ്മുടെ ഫാമിലി ലെസ് ദാൻ 3 lakhs ആണെങ്കിൽ 3 lakhs, അല്ലെങ്കിൽ 3 to 4 lakhs ഇടയിലൊക്കെ ആണെങ്കിൽ അത് എത്രയാണ് നമ്മുടെ ആനുവൽ ഫാമിലി വരുമാനമാണ് അത് ചോദിക്കുന്നത്. ഓക്കെ, അത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ അത് കൊടുക്കുക. അപ്പോൾ ഒരു ഇച്ചിരി അപ്രൂവൽ കാര്യങ്ങളൊക്കെ വരുന്നത്, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുന്നതാണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഹോം അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ റെസിഡൻസ് ഉണ്ട്, നമ്മൾ നിലവിൽ താമസിക്കുന്ന വീട്ടുപേര്, വീട്ടഡ്രസ്സ്, പിൻകോഡ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, ഹോം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു. ലാൻഡ്മാർക്ക് ഓപ്ഷനിലാണ്, ലാൻഡ്മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അത്ര എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, നമുക്ക് അപ്പോൾ സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ലൊക്കേഷനൊക്കെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് എത്രയാണോ എമൗണ്ട് അപ്രൂവൽ ആയത് അതിവിടെ കാണിക്കുന്നതാണ്. ഓക്കെ, 25,000 രൂപ അപ്രൂവൽ ആയിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തതല്ല, ഇത് മറ്റൊരാളുടെ വീഡിയോയിൽ ഞാൻ തൽക്കാലം അപ്ലൈ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി കടമെടുത്തതാണ്. ക്ഷമിക്കുക, ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് പോയത് കൊണ്ടാണ്. ഓക്കെ, ഇവിടെ 25,000, നിങ്ങൾക്ക് എത്ര രൂപയാണോ ലിമിറ്റ് കിട്ടുന്നത് അതിവിടെ കാണിക്കുന്നതാണ്. ഓക്കെ, പെനാൽറ്റി, ബാക്കി ഡീറ്റെയിൽസ് റീഡ് മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആ ക്യാപ്ച താഴെ കാണുന്ന ലെറ്റേഴ്സ് ആ ബോക്സിലൊന്ന് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ആ ഒരു ബോക്സിൽ ക്യാപ്ചർ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കൊരു OTP വരുന്നതാണ്. ആധാർ കാർഡിൻ്റെ ഒരു OTP വരുന്നതാണ്. നമ്മുടെ ഫോൺ നമ്പറായിട്ട് ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ OTP വരുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂ, അതിനുശേഷം ഒരു അലോ എന്നുള്ളതൊക്കെ ചോദിക്കുക. അതൊക്കെ നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പെർമിഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം നമ്മുടെ ഒരു സെൽഫി അവർ ചോദിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആ സെൽഫിയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കും. നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം KYC വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ KYC വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്, നമുക്ക് എമൗണ്ട് കാര്യങ്ങളൊക്കെ വരാനുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. അതിന് ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ കാണുന്ന ഭാഗത്ത് തന്നെ എൻ്റർ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നുള്ളവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും താഴെ IFSC കോഡിൻ്റെ അവിടെ IFSC കോഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴെ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം എന്താ പറയുക, കുറച്ച് നമുക്ക് ഓട്ടോ ഡെബിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനാണ്. നമുക്ക് ATM കാർഡ് വഴി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം. ഞാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ATM കാർഡ് വഴിയാണ്. അപ്പോൾ അതിൽ ATMൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഓതറൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മാൻഡേറ്റ് കാര്യങ്ങളൊക്കെ അപ്രൂവൽ, അതായത് ഈ മാസം അടവ് കാര്യങ്ങളൊക്കെ അവർ ബാങ്ക് അക്കൗണ്ട് ത്രൂ എടുക്കാനുള്ളൊരു ഓപ്ഷനാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, അത് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 24 hours അല്ലെങ്കിൽ പിന്നെ ഒരു 4-5 മണിക്കൂറിനുള്ളിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ മാൻഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കാർഡ് ത്രൂ ATM കാർഡ് ത്രൂ ആണെങ്കിൽ നമ്മുടെ കാർഡ് നമ്പർ അവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ കാർഡിലൊരു 12 ഡിജിറ്റ് അല്ലെങ്കിൽ 30 ഡിജിറ്റ് നമ്പർ കാണുന്നുണ്ടാവും. ആ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് എക്സ്പയറി ഡേറ്റ്, കാർഡ് എപ്പോഴാണോ എക്സ്പയർ ആവുന്നത് അതിൻ്റെ ഡേറ്റ് മന്ത് കൊടുക്കുക. അതിനുശേഷം CVV എന്ന് പറഞ്ഞൊരു 3 അക്ക നമ്പർ ഉണ്ടാവും. ബാക്കി നമ്പർ മറച്ചുകൊണ്ട് ലാസ്റ്റ് ഒരു 3 അക്ക നമ്പർ കാണുന്നത്, ആ നമ്പറും നമ്മുടെ ATM കാർഡ്, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഏത് നെയിമാണുള്ളത് ആ നെയിമും കൊടുത്ത് മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു OTP കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആ OTP അവിടെ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സക്സസ്, മാൻഡേറ്റ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാൻഡേറ്റ് സ്റ്റാറ്റസ് എന്നുള്ള അവിടെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാൻഡേറ്റ് സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ്, ഇവരുടെ ആപ്ലിക്കേഷൻ ഫോം, സാങ്ഷൻ ലെറ്റർ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് സൈൻ ചെയ്യേണ്ട ഓപ്ഷനാണ്. നമ്മൾ E-സൈൻ ആണ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. E-സൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് മൊത്തം വായിച്ച് മനസ്സിലാക്കിയ ശേഷം സൈൻ ചെയ്യാനുള്ള അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൈൻ ചെയ്യാം. ഒരു ഡിജിറ്റൽ സൈൻ, ഒരു ഡിജിറ്റൽ ഒപ്പാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന പോലെ ഒപ്പ് കാര്യങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കുക. അപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ 100% സക്സസ് ആയിട്ടുണ്ട്. എല്ലാ ഡോക്യുമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു നമുക്ക് എത്രയാണോ ലോൺ അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ട് 25,000 ആണ് ഇതിൽ കാണിക്കുന്നത്. ആ എമൗണ്ട് നമുക്ക് EMI എത്രയാണ് സെലക്ട് ചെയ്തുകൊണ്ട് 6 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താഴെ വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ, മാക്സിമം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ലോണ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക്